സ്നേഹിതരെ, ഞാനിപ്പം ആയിരിക്കുന്നത് അരിസോണയിലെ ഫീനിക്സിൽ തന്നെയാണ് കേട്ടോ. മുമ്പ് ഇവിടെ നിന്നുകൊണ്ടൊരു വീഡിയോ പങ്കുവച്ചു. ഈ സ്ഥലത്തിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് അരിസോണയിലെ മരുഭൂമി കാണാനായിട്ട് കഴിയും. ഞാൻ കഴിഞ്ഞ ദിവസം ഇതിനെക്കുറിച്ച് ഒരാളോട് പറഞ്ഞപ്പോൾ എന്നോട് ചോദിച്ചു, അമേരിക്കയിലെ മരുഭൂമിയാണ്. അതെ, അമേരിക്കയിൽ മരുഭൂമിയുണ്ട്. അത് ഉള്ളത് അരിസോണയിലാണ്. എന്നാൽ യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം ഓർമ്മ ശരിയാണെങ്കിൽ 43-ാം അധ്യായത്തിൻ്റെ 19-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ അവിടെ ഒരു വാക്യം ഓർമ്മിപ്പിക്കുന്നുണ്ട്. മരുഭൂമിയിൽ ഞാൻ ഒരു നദി തുറക്കും. ശരിക്കും ഞാൻ ഈ സ്ഥലത്തൂടെ ഇങ്ങനെ കടന്നു പോയപ്പോൾ എനിക്ക് ഉള്ളിൽ ആ വചനമാണ് ഓർമ്മ വന്നത്. ഇത്രയും വരണ്ട മരുഭൂമി പോലുള്ള സ്ഥലത്ത് ഇത്ര ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ഒരു സീനറിയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ദൈവവചനത്തിൽ എഴുതിയേക്കുന്നത് അതുപോലെ തന്നെ പ്രകൃതിയിൽ നമുക്ക് കാണാനായിട്ട് കഴിയും. എത്ര വരണ്ട സ്ഥലത്തും ദൈവത്തിന് നദി ഒഴുക്കുവാനായിട്ട് കഴിയും. ദൈവത്തിന് അവിടെ ആ വരൾച്ചയെ മാറ്റുന്ന ഒരു ജീവൻ്റെ ഉറവ ദൈവത്തിന് തുറക്കാൻ കഴിയും. അങ്ങനെയാണെങ്കിൽ ഇന്ന് ഈ സന്ദേശം കേൾക്കുന്ന എൻ്റെ സ്നേഹിതരോട് എനിക്ക് പറയാനുള്ള സന്ദേശവും അത് തന്നെയാണ്. ജീവിതം ഇന്ന് മരുഭൂമി പോലെ വരണ്ട ഒരു കാലാവസ്ഥയിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നത്. അവിടെയും വഴി തുറക്കാൻ, നദി തുറക്കാൻ, സന്തോഷത്തിൻ്റെ, സമൃദ്ധിയുടെ, സമാധാനത്തിൻ്റെ നീരുറവ തുറക്കുവാൻ എൻ്റെ ദൈവത്തിന് കഴിയും. അതുകൊണ്ട് വിശ്വസിക്കുക. ഈ സ്ഥലത്ത് നിന്നുകൊണ്ട് ഈ സന്ദേശം നിങ്ങളുടെ ധൈര്യത്തിന് വേണ്ടി പങ്കുവെക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിലെ ആ ശൂന്യതകൾ, വരണ്ട അനുഭവങ്ങളെല്ലാം മാറി പുതുമഴയും ദൈവികമായിട്ട് സമൃദ്ധിയുടെ നദിയും നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചു എൻ്റെ സന്ദേശം ഇവിടെ അവസാനിപ്പിക്കും.